ഫ്രണ്ട്സ്, സ്റ്റാർസാറ്റ് SR265V4K എന്ന ലിനക്സ് സാറ്റലൈറ്റ് റിസീവറിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ലിനക്സ് OSൽ ഒരു 4K ഫോർവേഡ് റിസീവറാണിത്. വോയിസ് കൺട്രോൾ ഫീച്ചറുള്ള ഒരു ബ്ലൂടൂത്ത് റിമോട്ട് അടക്കം 2 ഡ്യൂറബിൾ ആയിട്ടുള്ള റിമോട്ടാണ് ഈ പാക്കിലുള്ളത്. പവർ അഡാപ്റ്റർ, HDMI കേബിൾ, എക്സ്റ്റേണൽ IR എന്നിവയും ഇതിൽ ആക്സസറീസ് ആയിട്ടുണ്ട്. റിസീവറിലേക്ക് വന്നാൽ കാഴ്ചയ്ക്ക് അത്ര സ്റ്റൈലിഷ് അല്ലെങ്കിലും ഒരു 4K റിസീവറിന് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സ് ഈ റിസീവറിലുമുണ്ട്. ഇൻബിൽറ്റ് വൈഫൈക്ക് പുറമെ LAN കേബിൾ കണക്ട് ചെയ്യാനുള്ള സൗകര്യം റിസീവറിലുണ്ട്. നമുക്കറിയാം, ലിനക്സ് OS വളരെ പവർഫുൾ ആയിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതൊരു ജസ്റ്റ് റിലീസ് ആയിട്ടുള്ളൊരു മോഡലാണ്. എനിക്ക് തോന്നുന്നു പുതുതലമുറ ഫോർവേഡ് റിസീവറുകൾ ലിനക്സ് ഫോർവേഡ് കോംബോ ആയിരിക്കുമെന്ന്. റിസീവർ കാഴ്ചയ്ക്ക് അത്ര സ്റ്റൈലിഷ് അല്ലെങ്കിൽ ഇതിലെ മെനു വളരെ സ്റ്റൈലിഷാണ്. സെർവർ വാലിഡിറ്റിക്ക് പുറമെ കുറച്ച് IPTകൾ കൂടി ഇതിൽ വാലിഡിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കൂ. ഇതിലെ മെനുവിനെ പറ്റി ഞാൻ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മറ്റു റിസീവർ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്കത് പരിചിതമാണ്. എന്നാൽ ഇതിൽ സിസ്റ്റം സെറ്റിങ്സിൽ ലിനക്സ് OSൻ്റേത് മാത്രമായിരുന്നു കരുതുന്ന ചില ഫീച്ചേഴ്സ് കൂടിയുണ്ട്. ഫോർവേഡിൻ്റെ മിനി ബോക്സുകളിൽ അല്ലെങ്കിൽ നോൺ ആൻഡ്രോയിഡ് ഉള്ള 4K റിസീവറിലൊക്കെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെനു അല്ലെങ്കിൽ പെർഫോമൻസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ആൻഡ്രോയിഡ് റിസീവറുകൾ നമുക്ക് അത്ര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടില്ല. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ ലിനക്സ് OSലുള്ള പ്രീമിയം L5000 റിസീവറിനെ പറ്റിയായിരുന്നു. മികച്ചൊരു പെർഫോമൻസ് ആണ് ഇതിൽ എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൽ ഇൻബിൽറ്റ് വൈഫൈ ഫീച്ചറുള്ള റിസീവറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 5G ബാൻഡ് കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിസീവറാണിത്. അതായത് ഇതിൽ നിങ്ങൾക്ക് 2.4, 5G എന്നീ ബാൻഡിലുള്ള വൈഫൈ കണക്ട് ചെയ്യാൻ കഴിയും. ഈ റിസീവറിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ വിലയാണ്. ആൻഡ്രോയിഡ് അല്ലാത്ത 4K റിസീവറുകൾക്കൊക്കെ മാച്ച് ചെയ്യുന്ന ഒരു വിലയാണ് ഇതിനുള്ളത്. ഇതിനു മുമ്പ് ട്രൈ ചെയ്ത പ്രീമിയം L5000 എന്ന ലിനക്സ് റിസീവറിനെ അപേക്ഷിച്ച് 3000 രൂപയോളം കുറവ് ഈ റിസീവറിനുണ്ട്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ റിലീസുകളാണ് നമ്മൾ കൂടുതൽ ഇത്തരം വീഡിയോയ്ക്കായി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ചില മോഡലുകൾ ഷോപ്പുകളിൽ സാമ്പിളായിട്ട് വന്ന ബോക്സുകളായിരിക്കും. അത്തരം മോഡലുകൾ പിന്നീട് സ്റ്റോക്ക് വന്നു കഴിയുമ്പോൾ വില കുറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രീമിയം L5000 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ CHMAXൻ്റെ പരിപൂർണതയാണ്. 50 MB/s സ്പീഡുള്ള 5G ബാൻഡാണ് ഞാൻ അതിൽ കണക്ട് ചെയ്തത്. എന്നിരുന്നാലും ഒരു സാറ്റലൈറ്റ് ചാനൽ കാണുന്ന അതേ പെർഫോമൻസിലാണ് എനിക്ക് അതിലെ CHMAX ചാനൽസ് ലഭിച്ചത്. അതായത് ബഫറിങ്ങോ പോസോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ അതിൽ ചാനൽസ് വർക്ക് ആവുന്നുണ്ടായിരുന്നു. അതിലെ 4K ചാനൽസിൻ്റെയൊക്കെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, എൻ്റെ അറിവിൽ നിലവിൽ CHMAX വർക്ക് ചെയ്യുന്നത് ഈ പ്രീമിയം L5000 എന്ന റിസീവറിൽ മാത്രമാണ്. അതായത് നിലവിൽ മിനി റിസീവറുകളിലോ ആൻഡ്രോയിഡ്, നോൺ ആൻഡ്രോയിഡ് 4K റിസീവറിലോ CHMAX വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ റിസീവറിൽ എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു സാറ്റലൈറ്റ് സ്കാൻ ചെയ്യുന്നത് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഇൻറ്റൽസാറ്റ് 17 ഞാൻ അതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബ്ലൈൻഡ് സ്കാൻ പ്രോസസ്സൊക്കെ നോർമൽ ടൈമിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഈ റിസീവറിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള സാറ്റലൈറ്റുകളുടെ എണ്ണം 50 താഴെ മാത്രമാണ്. ഇതിൽ ലഭ്യമല്ലാത്ത നമുക്ക് ആവശ്യമുള്ള മറ്റു സാറ്റലൈറ്റുകൾ നമ്മൾ മാനുവലായിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ബ്ലൈൻഡ് സ്കാൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഡിഷ് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതിൽ ലഭിച്ചിരിക്കുന്ന ചാനലുകളുടെ എണ്ണം കുറവാണ്. മികച്ച പിക്ചർ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ റിസീവറിൽ ലഭിക്കുന്നത്. ഒരേ ഒരു പീസ് മാത്രമാണ് ഈ റിസീവർ നമ്മുടെ സ്റ്റോക്കുള്ളത്. ഈ റിസീവർ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് CHMAX ചെയ്ത് അയച്ചു തരുന്നതാണ്. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാമെന്ന് എനിക്ക് കൂടി തോന്നുന്നൊരു കണ്ടൻറ്റ് ലഭിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.